നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ന് ആളുകളുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ഇത് മാറിയിട്ടുണ്ട് അല്ലേ? എന്നാൽ നമുക്കിതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞാലോ? നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ? പക്ഷേ ഒരു കാലത്ത് ഇതൊരു സ്റ്റാർട്ടപ്പ് മാത്രമായിരുന്നു. ആൻഡ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ പോയി ബാങ്ക്രപ്റ്റിൻ്റെ മുന്നിൽ എത്തി നിന്ന ഒരു കമ്പനിയായിരുന്നു. ഈ ഒരു കേസ് സ്റ്റഡി നമുക്കിന്നൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. എന്താണ് നെറ്റ്ഫ്ലിക്സിനെന്ന് സംഭവിച്ചത്, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് എങ്ങനെ ഇവിടെത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിക്കാം. 1997 കഥ ആരംഭിക്കുന്നത്. റീഡ് ഹാസ്റ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ ബ്ലോക്ക് ബസ്റ്ററിൽ നിന്നൊരു VHS ടേപ്പ് മേടിച്ച് ഒരു മൂവി കാണാൻ വേണ്ടി വിചാരിച്ചു. മൂവി കണ്ട് തിരിച്ച് ടേപ്പ് കൊടുത്തപ്പോഴേക്കും കുറച്ച് വൈകിപ്പോയി. അതിനൊരു $40 ഫൈൻ കിട്ടി. ഇങ്ങനെ പെനാൽറ്റി $40 അടച്ചിരിക്കുന്ന റീഡ് ചിന്തിച്ചതൊരു കാര്യമാണ്, ഇത് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താ, ഇത് പോസ്റ്റൽ വഴി എനിക്ക് കിട്ടാനുള്ള സാഹചര്യം, പോസ്റ്റൽ വഴി തിരിച്ചറിയിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ, ബുക്ക് ചെയ്ത് കാണാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഇതിന് എനിക്ക് ഒരു ഫൈൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു. ശരിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ മുന്നിലൊക്കെയുള്ള വലിയ വലിയ സ്റ്റാർട്ടപ്പുകൾ, വലിയ വലിയ ബിസിനസ്സുകളുടെ തുടക്കം എന്ന് പറയുന്നത്. അവിടെ നെറ്റ്ഫ്ലിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ, അവിടെ ആളുകൾക്കുള്ള ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത് തുടക്കത്തിലൊരു DVD ബൈ മെയിൽ സർവീസ് മാത്രമായിരുന്നു. അതായത് ആളുകൾക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടു കാണണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് ആ സിനിമ സെലക്ട് ചെയ്യുക, ഓർഡർ ചെയ്യുക, അവർക്ക് വേണ്ട DVD വീട്ടിലെത്തും, അവർക്കിത് കാണാം, തിരിച്ചയക്കാം. ഇത്തരത്തിലുള്ള ഒരു സർവീസ് ആയിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ആദ്യം ഇത് തുടങ്ങുന്നത്. പക്ഷേ റീഡ് ഹാസ്റ്റിങ്സ് ഇതിൽ വലിയൊരു വിഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു കാലത്ത് ഇൻ്റർനെറ്റിലൂടെ ആളുകൾ മൂവി കാണുന്ന ഒരു സമയം വരും, അന്നതൊരു ഡ്രീം മാത്രമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്നത് നെറ്റ്ഫ്ലിക്സ് റിയാലിറ്റി ആക്കി മാറ്റി എന്നുള്ളതാണ്. 2007 നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആളുകൾക്ക് DVD വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ക്ലിക്കിൽ അവർക്ക് ഇഷ്ടമുള്ള മൂവീസ്, അവർക്ക് ഇഷ്ടമുള്ള സ്ട്രീമിങ്സ് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനൊരു സിറ്റുവേഷനിലോട്ട് നെറ്റ്ഫ്ലിക്സ് വളർന്നപ്പോൾ ബ്ലോക്ക് ബസ്റ്ററിന് നെറ്റ്ഫ്ലിക്സിനെ വാങ്ങാനൊരു അവസരം കിട്ടി. ആ അവസരത്തിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ പ്രപ്പോസൽ ഒരു ജസ്റ്റ് $50 million ആയിരുന്നു. അന്ന് ബ്ലോക്ക് ബസ്റ്റർ നെറ്റ്ഫ്ലിക്സിനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എവിടെ എത്താൻ വേണ്ടി പോകുന്നില്ല, ഏറ്റവും അടുത്ത ദിവസം ഇത് പൂട്ടിപ്പോവും, ഇതൊന്നും ആരും മേടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്കറിയാം നെറ്റ്ഫ്ലിക്സ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. ബ്ലോക്ക് ബസ്റ്ററിൻ്റെ കഥ നോക്കുകയാണെങ്കിലോ, ആ പറഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ബ്ലോക്ക് ബസ്റ്റർ പൂട്ടിപ്പോയി. പക്ഷേ നെറ്റ്ഫ്ലിക്സ് ഇന്ന് ലോകം കീഴടക്കി വാണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ട്രൈറ്റ് ലൈൻ പാത്ത് അല്ല അല്ലേ, അതിലൊരുപാട് റോളർ കോസ്റ്റർ റൈഡ്സ് ഉണ്ടാവും. 2022 നമ്മൾ നോക്കുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞു. അവിടെ ഡിസ്നി പ്ലസും ഹോട്ട്സ്റ്റാറും അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് വന്നുകൊണ്ടിരുന്നപ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കര ഹയറായി. അങ്ങനെ വന്നപ്പോൾ നെറ്റ്ഫ്ലിക്സിന് മാർക്കറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. സ്റ്റോക്സിൻ്റെ പ്രൈസ് താഴ്ന്നു, റവന്യൂ ഷെയർസ് കുറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് മൊത്തം മീഡിയ ആൻഡ് ന്യൂസ് ലൈൻസിലെല്ലാം സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നു, നെറ്റ്ഫ്ലിക്സ് ഈസ് ഡൈയിങ് എന്നുള്ളത്. പക്ഷെ അവിടെ നമ്മളുടെ റീഡ് ഹാസ്റ്റിങ്സ് കോൺഫിഡൻസോട് കൂടിയിട്ട് പറഞ്ഞു, സെറ്റ് ബാക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കംപ്ലീറ്റ് സ്റ്റോപ്പിംഗ് അല്ല, അല്ലെങ്കിൽ ഒരു ഫെയിലർ അല്ല, അത് പുതിയ റീഇൻവെൻഷൻസിനുള്ള ഒരു തുടക്കം മാത്രമാണെന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നെറ്റ്ഫ്ലിക്സിലോട്ട് നോക്കുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സ് തിരിച്ചു വന്ന രീതികൾ കാണുകയാണെങ്കിൽ പ്രൈസിങ്ങിൽ വളരെയധികം ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിലോട്ട് നെറ്റ്ഫ്ലിക്സ് ലാൻഡ് ചെയ്തു. ഒരു മൂവി ടിക്കറ്റ് വാങ്ങുന്ന പൈസക്ക് ഇന്ന് നെറ്റ്ഫ്ലിക്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ അവൈലബിൾ ആണ്. ഏതൊരാൾക്കും അവരുടെ മൊബൈൽ ഫോണിലൂടെ ഏതൊരു മൂവിയും, ഏത് ലോകത്തുള്ള മൂവിയും കാണാൻ പറ്റുന്ന രീതിയിലോട്ട് നെറ്റ്ഫ്ലിക്സ് വന്നു. അവിടെ കൂടുതൽ അവരുടെ ആഡ് സിസ്റ്റത്തിലോട്ടും അവരുടെ കോസ്റ്റ് കട്ടിങ്ങിലോട്ടും അവരുടെ റവന്യൂസിലോട്ടൊക്കെ അവർ ഫോക്കസ് ചെയ്തു. അത് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വലിയ വോളിയത്തിലോട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലോട്ടൊക്കെ അവരവരുടെ മാർക്കറ്റ് സ്ട്രാറ്റജി, അവരുടെ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി, അവരുടെ ബിസിനസ് മോഡലിനൊക്കെ റെക്ടിഫൈ ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് മാറ്റങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നെറ്റ്ഫ്ലിക്സിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം തലതൊട്ടപ്പനായിട്ട് പീക്കിൽ എത്തി നിൽക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത്. നെറ്റ്ഫ്ലിക്സ് നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യമുണ്ട്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമല്ല, ഇറ്റ്സ് എ തിയേറ്റർ. എല്ലാ മൂവിയും ഫ്രണ്ട് റോ സീറ്റിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് നെറ്റ്ഫ്ലിക്സ് നമുക്ക് തന്നത്. അതിൽ ശരിക്കും സംഭവിച്ചത് എന്താ, നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആ ഒരു ഹാബിറ്റിനെയാണ് അവർ എൻറ്റയർലി മാറ്റിക്കളഞ്ഞത് അല്ലേ. ഇന്ന് നമ്മൾ ഒരു മൂവി തിയേറ്ററിൽ പോയിട്ട് നമുക്കൊരു സിനിമ കാണണം എന്നുണ്ടെങ്കിൽ സിനിമ ടിക്കറ്റിനൊരു 200 to 300 400 ലെവലിൽ ചാർജ് വരും. അവിടെ നമ്മൾ പോയി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ, അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടി പോയിട്ട് ഒരു പേഴ്സൺ നമ്മൾ പോയി വരണമെങ്കിൽ $600 എങ്കിലും സ്പെൻഡ് വരുന്നിടത്ത് അതിൻ്റെ 1/3 മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് 1000 അല്ലെങ്കിൽ 1000-ലധികം മൂവീസ് കാണാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു എൻറ്റയർ എക്കോസിസ്റ്റമാണ് നെറ്റ്ഫ്ലിക്സിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു $40 ഫൈനിൽ നിന്ന് തുടങ്ങി ഇന്ന് ലോകത്ത് കോണ്ടന്റ് റെവല്യൂഷൻ തന്നെ കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ കഥയെക്കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞത്, നെറ്റ്ഫ്ലിക്സിൻ്റെ സ്റ്റോറി. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫെയിലേഴ്സ് ഒരിക്കലും അല്ലെങ്കിൽ സെറ്റ് ബാക്സ് ഒരിക്കലും എൻഡല്ല, അത് ഒരു പുതിയ റീഇൻവെൻഷനും പുതിയ തുടക്കത്തിനുമുള്ള ഒരു പുതിയ മൂവ്മെൻറ്റിനുള്ള തുടക്കം മാത്രമെന്നുള്ളതാണ്.
നമ്മൾ പല മൂവീസിൽ പറഞ്ഞിട്ടുണ്ട്, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിച്ച് ചാടാനാണെന്ന് പറയുന്ന പോലെ നമ്മളുടെ ബിസിനസ്സിലും നമ്മളുടെ ലൈഫിലൊക്കെ സെറ്റ് ബാക്സും ഫെയിലിയേഴ്സും ഉണ്ടാകുമ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ കാണേണ്ടത്. റോളർ കോസ്റ്റർ റൈഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സെറ്റ് ബാക്സ് ഉണ്ടാവും, ഫെയിലിയേഴ്സ് ഉണ്ടാവും, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഇതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നവരാണ് സക്സസ്ഫുൾ ആവുന്നത് ബിസിനസ്സിലും ലൈഫിലും.